പ്രിയപ്പെട്ടവർ, ഇന്ന് ജനുവരി 11 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്.
ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരു ട്വിസ്റ്റിങ് സംഭവിച്ച് ആദ്യവാഴ്ച ധ്യാനത്തിൽ അപ്പം കർത്താവ് ചോദിച്ചത് ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞു. അപ്പം മാനസാന്തരം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് മാനസാന്തരപ്പെട്ടോ ഇല്ലയെന്ന് അറിയേണ്ടത് ഫലങ്ങളെ കൊണ്ടാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. മാനസാന്തരത്തിന് യോജിച്ച ഫലം. അപ്പം ഫലമല്ല പ്രശ്നം, യോജിച്ച ഫലമാണ് പ്രശ്നം. മാനസാന്തരം യോജിച്ച ഫലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു, ധ്യാനത്തിൽ ഈശോ പറയുന്നതിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയണത് ഇപ്പം മുന്തിരിയിൽ നിന്ന് മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പെറുക്കാറുണ്ടോ എന്ന് പറഞ്ഞില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം മുന്തിരി മുൾച്ചെടിയായിട്ട് തുടരണം, അതുപോലെ തന്നെ ഞെരിഞ്ഞിലായിട്ട് തുടരണമെന്നാണ്. അങ്ങനെ അല്ല ബൈബിൾ ഉപദേശിക്കണത്. അതായത് മുൾച്ചെടിയുടെ സ്വഭാവങ്ങൾ മാറണം, ഞെരിഞ്ഞിൻ്റെ സ്വഭാവം മാറണം. മത്തായി 7:16 ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. പക്ഷെ ചീത്ത വൃക്ഷം ചീത്ത ഫലം നൽകുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ ചീത്ത വൃക്ഷം എന്നും ചീത്തയായിട്ട് നിന്നാ മതിയോ? അതാണ് വിഷയം. പക്ഷേ മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുള്ള് കായ്ക്കുന്നവൻ ഇനിമേൽ മുള്ള് കായ്ക്കാതിരിക്കട്ടെ എന്നല്ല എൻ്റെ അർത്ഥം. എഫേസ്യർ 4:28 മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. അപ്പൊ ഇതാണ് മാനസാന്തരത്തിന്റെ ഫലങ്ങളെന്ന് പറയണത്. അവൻ സ്വഭാവത്തിൽ മോഷ്ടാവാണ്. പക്ഷെ ആ മോഷ്ടാവ് ദൈവത്തിലേക്ക് വന്നു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പോയി അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ ആവശ്യത്തിനും അതിൽ അധ്വാനിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ ആവശ്യത്തിന് കൂടി സഹായിക്കുമ്പോഴാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങളാകണത്. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താ? മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമാണ്. അപ്പം ഈ മുന്തിരിപ്പഴം കിട്ടാൻ പാടാണ്. പക്ഷേ മുൾച്ചെടിയായിട്ട് തുടരാൻ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ മുന്തിരിപ്പഴം കായ്ക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞെരിഞ്ഞിലെ അത്തിപ്പഴം കായ്ക്കണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അതാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ. മാതാവേ നന്ദി. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് രഹ്ന, ഇതെൻ്റെ അമ്മ ജാൻസി. ഞാൻ വരുന്നത് പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19-നാണ് വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. ഞങ്ങളുടെ വീട്ടിൽ നല്ല കഷ്ടപ്പാടായിരുന്നു. എൻ്റെ അപ്പന് പണിയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തു പോയി വിദേശത്ത് ജോലി കിട്ടണം, എന്നാലേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചത് എനിക്ക് ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. പക്ഷേ
എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസോ 2 ഇയർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്തോട്ട് പോകുന്ന എല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്ത് പോവുകയും വേണം, എൻ്റെ വീട് രക്ഷിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ചിന്ത. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും ഒത്തിരി വട്ടം എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവിൽ. അങ്ങനെ ഞാൻ പത്രം കൊടുക്കും, എല്ലാം ചെയ്യും. പത്രം കൊടുക്കാനൊക്കെ ആദ്യം മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ പത്രം കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടിയിൽ ഞാൻ ജീവിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് എക്സാം ഉണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്ത് വീട്ടിലിരുന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ റൂമിലിട്ടിരുന്ന ഫാൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഉച്ച മുതൽ ആരോ എന്നോട് പറയുന്നുണ്ട്, ഈ ഫാൻ പൊട്ടി വീഴുമെന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായി എൻ്റെ മനസ്സിൽ. അങ്ങനെ രാത്രി 1 മണിയായി. അപ്പോൾ സാധാരണ ഞാനൊരു 12 മണിക്ക് മുന്നേക്ക് ഉറങ്ങും. ഞാൻ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടില്ല. ഞാനത് മാതാവ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ ഫാൻ ആ സമയത്ത് 1 മണി കഴിഞ്ഞ സമയത്ത് അത് ഡയറക്റ്റ് അത് ലീഫൊന്നുമല്ല പൊട്ടി വീണത്, കംപ്ലീറ്റോടെ അത് താഴോട്ട് വീണു. ഞാൻ അന്നെങ്ങാനും ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ചെസ്റ്റിൽ വീഴും, ഞാൻ അപ്പോൾ ഡെത്താവും. ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ ഒറ്റക്കാണ്, ആരും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഞാൻ ഉറങ്ങാഞ്ഞത് കൊണ്ട് ലീഫ് എൻ്റെ തലയിൽ തട്ടി തെറിച്ചു പോയി. ഫാൻ അതേപോലെ തന്നെ ബെഡിലോട്ട് വീണ്. അതുകൊണ്ട് അന്ന് ഞാൻ രക്ഷപ്പെട്ടു. അന്ന് എനിക്ക് വേറെ ചെറുതായിട്ട് ഇവിടെ ഒരു ബ്ലീഡിങ് പോലെ വന്നതല്ലാതെ, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തായിരിക്കും, ഭാവിയിലായിരിക്കും നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എനിക്കൊരു തലവേദന അല്ലാതെ വേറൊരു പ്രശ്നവും വരാണ്ട് മാതാവ് എന്നെ സംരക്ഷിച്ചു അവിടെ നിന്ന്. അന്ന് എനിക്ക് വിഷമം തോന്നിയോ, മാതാവ് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. പിന്നീട് ഞാൻ മനസ്സിലാക്കി മാതാവ് എന്നെ സംരക്ഷിച്ചതാണ് ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഫാൻ കംപ്ലൈൻ്റ് ആണെന്ന്. എന്നിട്ടും അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ സംരക്ഷിച്ചു. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞാൻ റേഡിയോഗ്രാഫറാണ്. അപ്പോൾ എനിക്ക് സൗദിയിലോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചതും എനിക്ക് ഈ വർഷം അവസാനത്തോടു കൂടി സൗദിയിൽ റേഡിയോഗ്രാഫറായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ വെക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. പ്രോസസ്സിങ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്തൊരു പരീക്ഷണം വന്നത്. സൗദിയിൽ ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സിനെ എടുക്കുന്നില്ല, അവിടെ വേക്കൻസി ഇല്ല. അപ്പോൾ ഞാൻ പിന്നെയും വല്ലാത്തൊരവസ്ഥയിലായി. നമ്മളിത്രയും പൈസയൊക്കെ കൊടുത്ത് പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് അതെല്ലാം ലൈസൻസും കിട്ടിയിട്ട് നമുക്ക് വേക്കൻസി ഇല്ല എന്ന് പറയുന്നത് അത്രത്തോളം വിഷമകരമാണ്. അപ്പോൾ ഞാനോർത്തു വേറെ രാജ്യത്തേക്ക് നോക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ മനസ്സിലാരോ പറഞ്ഞു, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, വരും, വേക്കൻസി വരും. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ഏജൻസിയിലും കോണ്ടാക്ട് ചെയ്തു, അവിടെ ഒന്നും വേക്കൻസി ഇല്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഏജൻസിയിൽ നിന്ന് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്തു. അപ്പോഴും എനിക്കിത് കിട്ടും, എനിക്കുള്ളതാണതെന്ന് ഒന്നും എൻ്റെ മനസ്സിലില്ല. അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എൻ്റെ സീനിയേഴ്സ് ആരും സൗദി എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആരുമില്ല അവിടെ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഒറ്റക്കാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ എന്തോ മാതാവ് പറയുന്ന പോലെ തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന സാറ് മലയാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ നന്നായിട്ട് സംസാരിച്ചു. എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ചോദ്യങ്ങളോ കാര്യങ്ങളോ
അങ്ങനെ ഒന്നും വലിയ പാടില്ലാതെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ പറയും നിങ്ങളെ ഞങ്ങൾ അറിയിക്കാമെന്നേ പറയത്തുള്ളൂ. പക്ഷേ ആ സാറിനോട് പറഞ്ഞു തനിക്ക് ഞാൻ ഓഫർ ലെറ്റർ അയക്കാം, ഏജൻസിയിൽ പറഞ്ഞേക്കാം, ഓഫർ ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാളിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്, ഞാനത് മാതാവാണത് എന്നോട് സംസാരിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ആ സാറിനോട് സംസാരിച്ചു. പിറ്റേ ദിവസം ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ എൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു. ഞാൻ ഈ ജനുവരി 13 പോവുകയാണ് സൗദിയിലോട്ട് റേഡിയോഗ്രാഫറായിട്ട്. മാതാവിന് ഒത്തിരി നന്ദി. അതിനുശേഷം പിന്നെ എനിക്ക് അടുത്ത പറയാനുള്ള അമ്മച്ചിയുടെ കാര്യമാണ്. എൻ്റെ അമ്മച്ചിക്ക് 1 വർഷത്തോളമായിട്ട് നല്ല തോളുവേദനയും കഴുത്ത് വേദനയൊക്കെ ആയിരുന്നു. തീരെ വയ്യായിരുന്നു, കൈയൊന്നും പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുൾ ടൈം കോളർ ഇടണം, 3 മാസത്തോളം കോളറിട്ട് റെസ്റ്റ് എടുക്കണം, കിടക്കുമ്പോഴും കോളർ ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ കൊണ്ട് എൻ്റെ അമ്മച്ചിക്ക് അധികം നാൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ആഴ്ചയൊക്കെ അമ്മച്ചി കോളർ ഇട്ടിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ അമ്മച്ചിയുടെ കഴുത്ത് വേദന മാറി. ഇപ്പോൾ കോളർ ഇടുന്നില്ല, ഇപ്പോൾ ആ വേദനയില്ല. ആ വേദന എവിടെ പോയെന്നോ അതിൻ്റേതായിട്ടുള്ള ഒരു നീരോ കാര്യങ്ങളോ ഒന്നും തന്നെ അമ്മച്ചിക്കില്ല. മാതാവ് അങ്ങനെയും അമ്മച്ചീനെ അവിടെ നിന്ന് സംരക്ഷിച്ചു. ഞാൻ ഉടമ്പടി തൈലം കഴുത്തിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചിക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ അപ്പനാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് തീരെ പണിയില്ലായിരുന്നു, എപ്പോഴും കഷ്ടപ്പാടായിരുന്നു. അപ്പം ഞാനും കൂടി റിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും തീരെ പണിയില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അപ്പോൾ എൻ്റെ അപ്പനാണെങ്കിൽ ഇപ്പോൾ പണിയുണ്ട്, അപ്പനും അമ്മച്ചിക്കും ആരോഗ്യം ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് പോകുന്നു. അപ്പോൾ മാതാവിന് ഒത്തിരി നന്ദി. ഞാൻ ഈ ജനുവരി 13 പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോകുന്നത്. ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാലുകുത്തിയപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ്, എൻ്റെ നിയോഗങ്ങളൊക്കെ സാധിച്ചാലും ഞാൻ ഒരിക്കലും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല. അതിനൊത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ചെയ്യണേന്. അങ്ങനെ ഞാൻ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കും. യേശുവെ നന്ദി, മാതാവേ നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം ഇറങ്ങി ഒരാൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പത്രം കൊടുത്ത് അയാളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എന്നെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മടിയുണ്ടാകും, പത്രം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി കൊടുക്കാനൊക്കെ മടിയുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ മടി കൂടാണ്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ദൈവം തരും, മാതാവ് തരും. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ രോഗികളോടും നല്ല രീതിക്ക് എൻ്റെ ഒരു ദേഷ്യമൊന്നും അവരിൽ കാണിക്കാണ്ട് എന്ത് ചോദിച്ചാലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാക്സിമം അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബ്ലഡ് കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ്. പിന്നെ എല്ലാ ദിവസവും പള്ളി പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ പോവുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു 2 ആഴ്ച കൂടിയിട്ട്. അതൊക്കെയാണ് ഞാൻ ആത്മീയ ജീവിതമായിട്ട് ചെയ്തത്. നിയമാവർത്തനം 19:9 കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിൻ്റെ അതിർത്തി വിസ്തൃതമാക്കും. രഹന എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത കുടുംബത്തിലെ ദൈന്യതകളിൽ പരിശുദ്ധമ്മയുടെ സംരക്ഷണം എത്രത്തോളം ഈ നാളുകളിൽ നയിച്ചുവെന്ന് മകൾ ഏറ്റുപറയുകയാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറുന്നതിന് വിദേശത്തൊരു ജോലിക്ക് വേണ്ടി മകൾ പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗം സാധിക്കുന്ന വഴികളിലേക്ക് അമ്മ മാതാവ് എങ്ങനെ മകളെ കൊണ്ടുവന്നുവെന്ന് മകൾ സവിസ്തരം നമ്മളോട് സൂചിപ്പിച്ചു. അതിൻ്റെ പ്രത്യേകത ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് അമ്മയുടെ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കും.
നമ്മൾ ആ സന്ദേശത്തെ എത്ര ജാഗ്രതയോടുകൂടി സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വരുന്ന സന്ദേശത്തിന് ദൈവികമായ ഇടപെടലുണ്ടെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ആ ഓരോ സന്ദേശവും അനുഗ്രഹത്തിലേക്കും സംരക്ഷണത്തിലേക്കും മാറുന്നതായിരിക്കും. മകൾ പറയുന്നുണ്ട്, അവിടെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള ആ പരിശ്രമം നടത്തുന്നതിനിടയിൽ പഠിക്കുവാനാവാതെ ക്ലേശിക്കുന്ന നാളുകളിൽ ഒരു ദിവസം ഇങ്ങനെ കിടക്കുമ്പോൾ സ്വയം ഇങ്ങനെ തോന്നൽ, ആരോ പറയുന്നുണ്ട് ഈ ഫാൻ ഇന്ന് പൊട്ടി വീഴുമെന്നാണ്. മകളത് പൊട്ടി വീഴുമെന്ന് കൃത്യമായി ചെവിയിൽ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. മകൾ പറയുന്നു, ഞാൻ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ അതെൻ്റെ മരണത്തെ കലാശിക്കേണ്ട വലിയ അപകടമായിരുന്നു. പക്ഷെ 1 മണി കഴിഞ്ഞിട്ടും ഞാൻ ഉറങ്ങാതെ എന്തോ ഇരുന്നത് കൊണ്ട് ആ ഫാൻ പൊട്ടി വീഴുകയും എനിക്കത് വലുതായി വരേണ്ടത് ഒന്ന് പാളിക്കൊണ്ടുകൊണ്ട് യാതൊരു അപകടവും വലിയ ആപത്തുമില്ലാതെ എന്നെ കടന്നുപോയി. ഇത് സന്ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. അമ്മ മാതാവ് ഒരു സന്ദേശം കൈമാറുമ്പോൾ അതിനൊരു അനുഗ്രഹമുണ്ടായിരിക്കും. അത് ആ നിമിഷത്തിൽ മകൾക്ക് വേദനയുള്ള വിഷയമാണ്, ഭയപ്പെടുത്തിയ വിഷയമാണ്. പക്ഷെ മകൾ മറ്റൊന്ന് ആ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ട്, ജോലിയൊന്ന് നിർത്തണം, സ്വസ്ഥമായിരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഇത് ജോലിയുമായിട്ട് ഈ പഠനവും പ്രോസസ്സും മുന്നോട്ട് പോകില്ല. അത് ആഗ്രഹിച്ച നാളുകളിൽ സ്വസ്ഥമായൊരു കാരണം, മകളുടേതല്ലാത്തൊരു കാരണം മകൾക്കവിടെ കണ്ടെത്തി കൊടുത്തുകൊണ്ട് മകൾക്ക് സ്വതന്ത്രമായി ഇവിടുന്ന് പുറത്തിറങ്ങുവാനും മകളുടെ വിദേശത്തേക്കുള്ള പഠനവും യാത്രയും സുഗമമാകും വിധം വഴികൾ ഒരുക്കുവാനും മകളെ അമ്മ സഹായിക്കുന്നുണ്ട്. രണ്ടാമത് വീണ്ടും മകൾ സൗദിയിലേക്കുള്ള പ്രോസസ്സൊക്കെ പൂർത്തീകരിച്ചെത്തുമ്പോൾ മകൾ തിരിച്ചറിയുന്നുണ്ട് അവിടെ ഒഴിവില്ല എന്നതാണ് മകൾ തിരിച്ചറിയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സന്ദേശം ചെവിയിൽ വരുന്നുണ്ട്, അല്പം കൂടി വെയിറ്റ് ചെയ്യ്, കാത്തിരിക്കുക എന്നൊരു വാചകം മകളെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. അത് തോന്നലായി എടുക്കാം, സന്ദേശമായും എടുക്കാം. മകളതിനെ അമ്മയുടെ സംരക്ഷണവും സന്ദേശവുമായി സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റൊന്നിലേക്കും പോകാതെ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, ഞാൻ കാത്തിരിക്കുമ്പോൾ എനിക്ക് അവിചാരിതമായി ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാനത് പരിഭ്രമത്തോടു കൂടി അത് സമീപിക്കുമ്പോൾ ഒരു മലയാളിയായ സഹോദരൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. എന്നെ ഒട്ടും പേടിപ്പിക്കാതെ നിസ്സാരമായ കാര്യങ്ങൾ ചോദിക്കുന്നു. സെലക്റ്റായെന്നല്ല, ഓഫർ ലെറ്റർ അയക്കാമെന്ന സന്തോഷ വർത്തമാനത്തോടെ ആ കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പോകുന്ന വഴികളിൽ ഞെരുക്കങ്ങളുണ്ടെങ്കിലും അമ്മ കരം പിടിച്ചാൽ ഞെരുക്കങ്ങൾക്കപ്പുറം സുരക്ഷിതവും സന്തോഷകരവുമായ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് അമ്മ എത്തിക്കുമെന്നത് സുനിശ്ചിതമാണ്. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൽത്താരയിൽ പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എടുത്ത ഉടമ്പടി ഇപ്പോൾ ഈ ജനുവരി എത്തിച്ചേരുമ്പോൾ 1 വർഷം എത്തുന്നതിന് മുമ്പ് മകൾ ആദ്യം കണ്ണീരോടെ, ഏറെ കണ്ണീരും ഏറെ സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രം അമ്മയുടെ അരികിൽ കൊടുക്കുവാൻ എത്തിച്ചേർന്ന മകളെ ഏറ്റവും സന്തോഷത്തോടും ജീവിതത്തിന് കൃത്യമായ ഉറപ്പോടും കൂടി മകളെ അമ്മ പറഞ്ഞയക്കുന്നതാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പന് പണിയില്ല എന്നത് വലിയ സങ്കടമായിരുന്നു, സാമ്പത്തികമല്ലാതെ ക്ലേശിക്കുന്നുവെന്ന് അമ്മയ്ക്കരികിൽ നിയോഗം വെക്കുമ്പോൾ ഇന്ന് കുടുംബത്തിന് വരുമാനം അപ്പനിലൂടെ ലഭിക്കുന്നത് മകളെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയ്ക്കുണ്ടായ ഷോൾഡറിൻ്റെ വിഷയവും അത് ഷോൾഡറിന് ബെൽറ്റിട്ട് നടക്കുവാനാവാത്ത അവസ്ഥകളും മകൾ സൂചിപ്പിച്ചു. അതും ചുരുക്ക ദിവസം കൊണ്ട് ക്ലേശങ്ങൾ മാറ്റി ആരോഗ്യ ജീവിതത്തിലേക്ക് അമ്മയെ നയിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉറപ്പ് ദൈവം കൂടെയുണ്ട്, അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിക്കും എന്ന വാഗ്ദാനമാണ്. നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ കൂടെ നിന്നുകൊണ്ട് ഓരോരോ പ്രതിസന്ധിയും ഓരോരോ ജീവിത പ്രശ്നത്തെയും മാറ്റി തെളിമയുള്ള അരുവി പോലെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് കാണുവാനാവും. ഈ മകളുടെ സാക്ഷ്യം ഭാരപ്പെട്ട വിഷയങ്ങൾ ലഘൂകരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ്. സന്ദേശം നൽകി നേർവഴിയിൽ നിരന്തരം നയിക്കുന്ന സാക്ഷ്യമാണ്. ജീവിതഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശുഭകരമായ ഭാവിയിലേക്ക് ലൈറ്റ് വെയ്റ്റനിങ്ങായി ജീവിതത്തെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തുന്ന സാക്ഷ്യമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിച്ച് നൽകുമെന്ന അമ്മയുടെ ഉറപ്പിൻ്റെ സാക്ഷ്യമാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് കണ്ണീരായിരിക്കാം, ഇന്ന് ഏറെ സങ്കടങ്ങളുടെ കഥകളായിരിക്കാം. പക്ഷേ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് ഒരു പ്രത്യാശയോടെ കൊടുക്കുവാനാകുമെങ്കിൽ, ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാനാകുമെങ്കിൽ അമ്മ കരം പിടിച്ച് തിരുക്കുമാരനോട് പറഞ്ഞ് സന്തോഷത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ തീരത്ത് നമ്മളെ എത്തിക്കുകയും ജീവിതം ശുഭകരമാക്കി മാറ്റുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച, ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്
അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. കുമാരനും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൻസ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് 2022 ഡിസംബർ 21 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം അടുത്തറിഞ്ഞ കുറേ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ ദൈവത്തോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങളും വരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ നേഴ്സുമാരുടെ ഒരു ആഗ്രഹമാണ് വിദേശത്ത് പോയി ഒന്ന് ജോലി ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് എനിക്കൊരു അവസരം ലഭിച്ചതാണ് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിസൾട്ട്, അതായത് B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതണമായിരുന്നു. B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരു മൊഡ്യൂൾ കിട്ടിയില്ല. ഒരു മൊഡ്യൂൾ കിട്ടാതെ വന്നപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മൊഡ്യൂൾ കിട്ടാത്തത് അതൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനുള്ളിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ റിജക്റ്റായി പോവും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം B1 വെച്ച് നമുക്ക് ഒരു നേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. B2 ആണ് വേണ്ടത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇവിടെ വന്ന് എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കി. 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നത് ഞാനൊരു ഫെബ്രുവരി 19 തീയതിയാണ് വന്നത്. ആ മാസം 24 തീയതിയാണ് എനിക്ക് 2ാമത് പരീക്ഷ എഴുതാനുള്ള ഒരു ഡേറ്റ് കിട്ടിയത്. അങ്ങനെ ഡേറ്റ് കിട്ടിയ ദിവസത്തിന് 3 ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് കിട്ടിയ ഒരു അവസരമാണിത്, ഈ അവസരത്തിൽ എന്നെ കൈവെടിയല്ല്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി. അന്നത്തെ ദിവസം എനിക്ക് നടന്ന ഒരനുഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ അന്നേ പോലും എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റി. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അന്നേരം എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് വന്നു. മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ, നിൻ്റെ പരീക്ഷയെ ഞാൻ കൂട്ടുവരും, നിനക്ക് ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരും. ആ ഒരു വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ നടന്ന പരീക്ഷയുടെ സമയത്തെന്ന് പറഞ്ഞാൽ ഹ്യൂറനായിരുന്നു എനിക്ക് കിട്ടാഞ്ഞത്. എന്തൊക്കെയോ ഓഡിയോ കുറേ പോകുന്നുണ്ട്, പക്ഷേ അതിലെന്താ വ്യക്തമായിട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല. എന്നാൽ ഓരോ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുന്നേ ഞാൻ കുരിശ് വരയ്ക്കും. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കാശുരൂപം വെച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരും, നീ ഇതാണ് കറക്റ്റ് ആൻസർ, ഈ ആൻസറാണ് ശരിയായ ഉത്തരം. അങ്ങനെ പറഞ്ഞു തന്ന് ഞാൻ ആ പരീക്ഷ മുഴുവൻ എഴുതി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ആ മൊഡ്യൂൾ പാസ്സായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഓക്കെ ആയി വന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു വർക്ക് പെർമിറ്റ് വരാതെ ഇവിടുന്ന് നമുക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറ്റിയില്ല. ആ വർക്ക് പെർമിറ്റിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഞങ്ങളൊരു 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരിൽ 8 പേർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പല ദിവസങ്ങളായിട്ട് വർക്ക് പെർമിറ്റ് എത്തി. എനിക്ക് മാത്രം എന്നെ വിളിച്ചിട്ടുമില്ല, എനിക്ക് യാതൊരു മെയിലൊന്നും വരുന്നില്ല. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും നോർക്കയിൽ വിളിച്ചു ചോദിക്കും, അവർക്ക് എന്തെങ്കിലും എൻക്വയറി വന്നിട്ടുണ്ടോ, എന്ത് കാരണം കൊണ്ടാണ് ഡിലേ ആവുന്നതെന്നുള്ളത്. പക്ഷേ അവരും പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് വരാത്തത് ഇനി നിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഏതെങ്കിലും പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് അവിടെ നിന്നൊരു മെയിൽ അയക്കണം, നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൂഫ് തരണം, ഇങ്ങനെയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. എനിക്കൊരു 1.5 മാസത്തോളം, എനിക്കൊന്ന് 2 മാസത്തോളം കംപ്ലീറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു മെയിലും അവിടെ നിന്ന് വന്നില്ല. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, അവളെന്തായാലും മാതാവിൻ്റെ ഉടമ്പടിയൊക്കെ എടുത്താ, എന്നിട്ട് അവൾക്ക് മാത്രം പെർമിറ്റൊന്നും വന്നിട്ടില്ലെന്ന്. പക്ഷേ അന്നേരവും എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഞാൻ പോവാത്ത അല്ലെങ്കിൽ എന്നെ മാതാവ് ഇപ്പം ഇവിടുന്ന് കൊണ്ടുപോകാത്തതിന് എന്തെങ്കിലും മാതാവിനൊരു പ്ലാൻ കാണും. ഞാൻ ഈ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കേണ്ട ഒരു പ്ലാൻ മാതാവിന് കാണും, അതുകൊണ്ടായിരിക്കും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ ഇരുന്ന് ഞാൻ 3ാമത്തെ ഉടമ്പടി ഇവിടെ പുതുക്കാൻ വന്നു. 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു, മാതാവേ എൻ്റെ വർക്ക് പെർമിറ്റ് വരണം. ഇനി വന്നില്ലെങ്കിൽ എല്ലാവരും എന്നെ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് വരാത്ത എന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ മടുത്തു.
അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിലും വന്നു. അതോടൊപ്പം നോർക്കയിൽ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ വർക്ക് പെർമിറ്റ് വന്ന് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പോവാനുള്ള എല്ലാം റെഡിയായി. ടിക്കറ്റ് അവർ അയച്ചു തന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 11 അതായത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 11 ഇവിടുന്ന് ജർമ്മനിക്ക് പോയി. ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് B2 എക്സാം ഇൻ്റർനാഷണൽ എഴുതണമായിരുന്നു. ഇൻ്റർനാഷണലിൻ്റെ എഴുതുന്ന സമയത്ത് ഞങ്ങൾക്ക് മുന്നേ പോയവർക്കും പലർക്കും പല മോഡ്യൂൾ കിട്ടാതെ, ഇപ്പോൾ ഒരു മോഡ്യൂൾ പോലും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അവരെ വിടുമായിരുന്നു. അങ്ങനെ വിടും. അവർ പുതിയ അക്കോമഡേഷൻ കണ്ടെത്തണം, പുതിയൊരു ജോലി കണ്ടെത്തണം. ഓൾറെഡി നമുക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വലിയ പരിചയമൊന്നുമില്ല. ഈ പരിചയക്കുറവിനുള്ളിൽ ഇങ്ങനെ പുതിയൊരു ജോലി കണ്ടെത്തുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവേ ഇവിടെയും വീണ്ടും പരീക്ഷണങ്ങളുണ്ട്, പക്ഷേ അമ്മ എന്നെ കൈവടിയല്ലേ എന്നുള്ള, അമ്മ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അവിടെ ചെന്ന് ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുമ്പോഴും മാതാവിൻ്റെ തൈലവും മാതാവിൻ്റെ ഉപ്പും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉപ്പ് വെതറിയിട്ട് എൻ്റെ ആൻസർ പേപ്പറിലും ഉപ്പ് ചെറുതായിട്ട് വെതറിയിട്ട് ഞാൻ പരീക്ഷ എഴുതാറുള്ളായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ എണ്ണ നെറ്റി കുരിശ് വരച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലി, അങ്ങനെ മാതാവ് എനിക്ക് തരുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾക്ക് B2 മാത്രമല്ല, പിന്നെ കെൻറ്റനിസയുടെ ഒരു പരീക്ഷയും കൂടെയാണ്. എന്നാലേ ഉള്ളൂ നമുക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുള്ളൂ. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ടഫാണ്. കാരണം വൈവയായിട്ടാണ്, നമുക്ക് എഴുത്ത് പരീക്ഷയല്ല. അവർ ചോദിക്കുന്നതനുസരിച്ച് ഒരു 45 മിനിറ്റോളം കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും ജർമ്മൻ ഭാഷയുള്ളൂ, വേറെ ഭാഷയൊന്നും അവർ ഉപയോഗിക്കുകയില്ല. അങ്ങനെ ആ സമയത്തെല്ലാം എനിക്ക് നല്ല ഉയർന്ന മാർക്കോടെ പാസ്സാനുള്ള കൃപാവരം എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്നു. ഈ 2 അനുഗ്രഹം കിട്ടിയത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ മിനിങ്ങാന്നും വന്നു. പക്ഷെ അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് സാക്ഷ്യം പറയണം എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഇന്ന് വീണ്ടും വന്നത് അങ്ങനെയാണ്. ഇനിയിപ്പം ഇവിടെ വന്ന് എൻ്റെ മാതാവിനും തിരുക്കുമാരനെയും കണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം പറഞ്ഞ് എല്ലാവർക്കും അതൊരു എന്താ പറയുക, അവർക്ക് എല്ലാവരും എന്നെപ്പോലെ വിഷമിക്കുന്ന കുറേ പേര് കാണും. അവർക്ക് എനിക്ക് മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കൊരു പ്രേരണയാണ്. കാരണം എനിക്ക് ഈ പ്രേരണ കിട്ടിയത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. ഓരോ സാക്ഷ്യം കേൾക്കും തോറും നമുക്ക് കൂടുതൽ മാതാവിലേക്ക് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാതാവ് നമുക്ക് പറഞ്ഞു തരും, നീ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിനുശേഷം ഞാൻ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ പലരെ സഹായിക്കാൻ ഒരുപാട് സന്ദർഭം കിട്ടും. ഈവൻ ജർമ്മൻകാരാണെങ്കിൽ പോലും നമ്മുടെ മലയാള പത്രം ഞാൻ കൊണ്ടുപോയില്ല, പകരം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ ദിവസവും അവിടുത്തെ ജർമ്മൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ട് അവർക്ക് നമ്മുടെ കൃപാസനം പത്രം ഞാൻ കൊടുത്ത് നമ്മുടെ മാതാവിനെ പറ്റി എനിക്കറിയാവുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം മാതാവിനെ എനിക്ക് പറയാൻ, മറ്റുള്ളവരിലേക്ക് മാതാവിനെ എത്തിക്കാനുള്ള കൃപ മാതാവും ഈശോയും എനിക്ക് തന്നു. ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഞങ്ങളവിടെ ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള വേറൊരാൾ എന്നോട് പറഞ്ഞായിരുന്നു, അവരുടെ കൂട്ടത്തിൽ നാട്ടിലുള്ള ആൾക്ക് വയ്യാതെ, അതായത് ലിവർ മാറ്റി വെക്കേണ്ട ഒരു ശസ്ത്രക്രിയയുണ്ട്. അപ്പോൾ അവർ ഫിനാൻഷ്യലി ഒത്തിരി വീക്കായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരുടെ, ഞങ്ങളവിടെ ചെന്നിട്ടേ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരുടെ സഹായിച്ച് ഒരു തുക ആ വ്യക്തിക്ക് നൽകി. പിന്നെ ഇതുപോലെ ഫിനാൻഷ്യലി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലരായിട്ട് അറിയുന്ന പലരും കാണും, അവർക്ക് നമ്മളിൽ കഴിയുന്ന ഫിനാൻഷ്യൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അവിടെയുള്ളൊരു കമ്മ്യൂണിറ്റി തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ചിലരെ കാണാറുണ്ട്, അവർ ഫുഡ് കഴിക്കാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മളവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പള്ളിയുടെ തന്നെ ഞാൻ ചെന്ന ശേഷമാണ് അവിടെ ഒരു മലയാളം കുർബാനയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാ മാസവും ഞങ്ങൾക്കൊരു മലയാളം കുർബാനയും അവിടെ എല്ലാവരോടും ഒത്തൊരുമിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ജപമാല പ്രാർത്ഥന നടത്തുകയും അങ്ങനെ അതിനൊരു നേതൃത്വം കൊടുക്കാനുള്ള അവസരവും മാതാവ് എനിക്ക് തന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. 18-ാം സങ്കീർത്തനം 35-ാം തിരുവചനം.
അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി. അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അൻസ സോജൻ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി നമുക്കെടുത്ത് പറയാവുന്നതാണ്. അസാധ്യമായി എന്ന് തോന്നിയ പല കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു എന്ന് ഈ മകൾ ഏറ്റു പറയുന്നു. വളരെ സങ്കടപ്പെട്ടുള്ള ഒരു പരീക്ഷാ സമയമായിരുന്നു B2. ആ എക്സാം പാസ്സാവുന്നതിന് പരിശുദ്ധ അമ്മ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് മറ്റുള്ളവരുടെ കളിയാക്കലുകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നെല്ലാം ഒരു വലിയ വിടുതൽ ലഭിക്കുവാനും തൻ്റെ തന്നെ വിശ്വാസം വർദ്ധിക്കുവാനും വിശ്വസ്തയോടുകൂടി ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വലിയ അനുഗ്രഹം ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ജർമ്മൻ എക്സാം എഴുതുമ്പോഴായാലും പരിശുദ്ധ അമ്മയുടെ ആ വൈവയിലൂടെ തനിക്ക് കൃത്യമായി ഉത്തരങ്ങൾ നൽകാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനുമൊക്കെ അതിനുശേഷം നോർക്ക ഇൻവിറ്റേഷനും എല്ലാം ലഭിക്കുവാനുള്ള ഒരു പ്രത്യേക പ്രത്യേക സാഹചര്യം പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. മറ്റുള്ളവരെല്ലാം അതുതന്നെ കണ്ടുകൊണ്ട് പറയുകയുണ്ടായിരുന്നു, അവൾ ഉടമ്പടിയിലാണല്ലോ. ഈ മകൾക്കും അതിൽ തന്നെ യാതൊരു സംശയവുമില്ല, ഞാൻ ഉടമ്പടിയിലാണെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. അതിനുവേണ്ടി മകൾ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു ആസ്തി എന്ന് പറയുന്നത് ജർമ്മൻ കുർബാനയ്ക്ക് പോയിട്ട്, മലയാളികളായി നമ്മൾ ആരും തന്നെ ഒരു മറ്റൊരു ലാംഗ്വേജിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാത്തവരാണ് അധികം പേരെങ്കിലും ആൻസയുടെ ഒരു ഉദ്ദേശം അതായിരുന്നു. ജർമ്മൻ ഫോറിനേഴ്സിനെ കണ്ട് അവരോട് സംസാരിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും ആ പരിശ്രമത്തിൽ നിന്നുണ്ടായ ഒരു വലിയ ഫലമായിരുന്നു മലയാളികളുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവർക്ക് ഇന്ന് ഒരു മലയാളത്തിൽ കുർബാന ലഭിക്കുവാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു. അത് തൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ പരിശുദ്ധ അമ്മ മുന്നോട്ട് വെച്ച ഒരുപാട് സ്റ്റെപ്പുകളുടെ ഒരു പ്രതിഫലനമാണ്. നമ്മുടെ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഈശോ നൽകുന്ന ഒരു വലിയ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉടമ്പടി പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതും പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം ഉപേക്ഷിച്ച് രക്ഷിക്കുന്നതും ഒരു ദൂരത്തോളം ഈശോ നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നതും ഈ വലിയ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഏതെല്ലാം ശാരീരിക അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മ ഇവർക്ക് കൂട്ടായി നിന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കളും കൃത്യമായി ഉപയോഗിക്കുവാനും ഈശോയെ എപ്പോഴും പ്രഖ്യാപിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും അവർക്കിന്ന് സാധിച്ചു എന്നതിന് നമുക്ക് നന്ദി പറയാം. അൻസയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷി നമുക്ക് കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ അൾത്താരിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ആര്യ ബിനു. ഞാൻ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണിലെ സെൻറ്റ് മേരീസ് സിറോ മലബാർ മിഷൻ ഇടവകാംഗമാണ്. ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ 6 കാര്യങ്ങൾ വെച്ചെങ്കിലും 5 കാര്യങ്ങൾ പരിശുദ്ധ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. 6ാമത്തെ കാര്യമായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. 2023 ജനുവരിയിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതെങ്കിലും ഒരു വർഷത്തേക്ക് ഞങ്ങളിലേക്ക് കുഞ്ഞ് എന്നൊരു ചിന്ത വന്നില്ല. 2024 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്കും ഹസ്ബൻഡിനും ഭയങ്കരമായിട്ട് ആഗ്രഹമായി, ഒരു കുഞ്ഞ് വേണം. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റുകളൊക്കെ പലപ്പോഴും ചെയ്തപ്പോഴും നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, മാതാവ് നിനക്ക് കുഞ്ഞിനെ തരും, നീ ഡിസംബർ വരെ കാത്തിരിക്കും. ഡിസംബറിലല്ലേ ഉണ്ണീശോ ഉണ്ടായത്, ഉണ്ണീശോ ഉണ്ടായ ആ മാസത്തിന് നിനക്കൊരു സന്തോഷവാർത്ത മാതാവ് നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരുങ്ങിയിരുന്നു. അങ്ങനെ 2024 ഡിസംബർ 5-ാം തീയതി എനിക്കൊരു ചെറിയ സംശയം തോന്നി. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. ആ സമയത്ത് ന്യൂസിലൻഡിലെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയേറെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു 37 വീക്സ് വരെ എല്ലാം നോർമലായി, ഞാനും കുഞ്ഞും ഹെൽത്തിയായി ആക്റ്റീവായിട്ടിരുന്നു. 37 വീക്സിൽ മിഡ് വൈഫിനെ കാണാൻ ചെന്നപ്പം മിഡ് വൈഫ് പറഞ്ഞു, വാര്യ നിൻ്റെ ഫണ്ടൽ ഹൈറ്റിൽ, അതായത് വയറിൻ്റെ അളവിൽ ഒരു ചെറിയ കുറവുണ്ട്, 34 ആഴ്ച നിനക്കുള്ള അതേ ആ ഒരു മെഷർമെൻറ്റ് ഇപ്പോഴും കാണിക്കുന്നുള്ളൂ, കുഞ്ഞിൻ്റെ ഗ്രോത്തിൽ ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നൊറീൻ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി പറഞ്ഞു, വന്ന ഒരു കാര്യം ചെയ്യും, നിന്നെ അർജൻറ്റായിട്ട് സ്കാനിങ്ങിന് റെഫർ ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ അർജൻറ്റായിട്ട് സ്കാനിങ്ങിന് വേണ്ടി ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ചിട്ട് ആരും എനിക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, 37 വീക്സ് പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ഞാനൊരു നേഴ്സാണ്, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്.
അപ്പോൾ ഈ ഡ്യൂട്ടി സമയത്ത് ബ്രേക്കിൻ്റെ സമയത്തെല്ലാം ഞാൻ വിളിക്കുവാണ്, എല്ലാ ഹോസ്പിറ്റലിലും വിളിക്കുവാണ്, ആരും എനിക്ക് റിപ്ലൈ തന്നില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, നീ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എൻ്റെ കുഞ്ഞ് ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ, നീ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലുകാർ എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, നിനക്ക് നാളെ സ്ലോട്ടുണ്ട്, നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ജൂലൈ 17 2025 സ്കാനിങ്ങിന് വേണ്ടി പോയി. സ്കാനിങ് ചെയ്ത സമയത്ത് ടെക്നീഷ്യൻ പറഞ്ഞു, കുഞ്ഞിന് വെയിറ്റ് 2 കിലോയേ ഉള്ളൂ, പക്ഷേ കൊച്ച് ആക്റ്റീവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രൊഫഷനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു NICU നേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഓക്കെ, ബാക്കി നിന്നോട് ഡോക്ടർ സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു ചെന്നു. രാത്രിയായപ്പം ജൂലൈ 17 രാത്രിയായപ്പോൾ എൻ്റെ മിഡ് വൈഫ് എന്നെ വിളിച്ചു, നൂറീൻ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ആര്യ, നിൻ്റെ കുഞ്ഞിനൊരു ചെറിയ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നീ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജൂലൈ 18 എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇനി നിനക്ക് പോകാൻ പറ്റില്ല, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയും, നിനക്ക് വരാൻ പറ്റത്തില്ല എന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു. കുഞ്ഞിനിങ്ങനെ പ്രോബ്ലം പറഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ ഉള്ളിലൊതുക്കി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരു NICയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുക, എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, കുഞ്ഞിനെ C-സെക്ഷൻ ചെയ്തെടുക്കും, ഇൻറ്റുബേറ്റ് ചെയ്തെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ വരുക. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, വിഷമം ഉണ്ടായിരുന്നു. അന്ന് ജൂലൈ 18 ഞങ്ങൾ കുരിശ് വരയ്ക്കാനിരുന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 18 ഹോസ്പിറ്റലിൽ പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കും പറഞ്ഞു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, CTG സ്കാനും ചെയ്തു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 38 ആഴ്ചയാകുമ്പോൾ നിന്നെ ഇൻഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനൊന്നും നിൻ്റെ വയറ്റിൽ കിടന്ന് കിട്ടുന്നില്ല, അപ്പോൾ കുഞ്ഞ് പുറത്ത് വരട്ടെ എന്ന് ഡോക്ടറിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂലൈ 22 ഒരു ചൊവ്വാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി. കൂടെ ഹസ്ബൻഡിൻ്റെ പാരൻസും ഉണ്ടായിരുന്നു. ഉച്ചവരെ എന്നെ ഇൻഡ്യൂസ് ചെയ്തു. പ്രോഗ്രഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പപ്പായും മമ്മീനെ വീട്ടിലേക്ക് വിട്ടേര്, കാരണം അവർ ഇരുന്ന് മുഷിയുവാണ്, നമ്മുടെ ഇവിടുത്തെ പോലെ കൂടെ ഒന്നും ഇരുത്തത്തില്ല, റൂമിൽ എന്നെ ഹസ്ബൻഡിനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ടാക്സി വിളിച്ച് അവരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെയും ഇൻഡക്ഷന് വേണ്ടി എനിക്ക് മരുന്ന് തന്നപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് ഡ്രോപ്പായി. ഒന്നും അറിയത്തില്ലാത്ത എൻ്റെ ഹസ്ബൻഡാണ് എമർജൻസി അടിച്ച് മിഡ് വൈഫും ഡോക്ടേഴ്സെല്ലാം ഓടി വന്നപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് 70, 60, 50 അങ്ങനെ താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആര്യ, ഞാൻ ആ ഡോക്ടറിനെ അതിന് മുന്നേ കണ്ടിട്ടില്ല, ഞാൻ NICയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ ആ ഡോക്ടറിനെ കണ്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ആര്യ, ഞാൻ നിന്നെ PV ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ 1 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആയിട്ടില്ല. അപ്പം ഡോക്ടർ 2 കൈ വിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ തലയിൽ ഞങ്ങൾക്ക് സ്കാൽപ്പിൽ നീഡിൽ വെക്കണം, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഞങ്ങൾക്ക് ഈ മെഷീനിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വാവിട്ട് കരഞ്ഞു, കാരണം 1 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആകാതെ തന്നെയാണ് ഡോക്ടർ 2 കൈ വിട്ട് എക്സാമിൻ ചെയ്തത്. ആ സമയത്തെല്ലാം എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവ്, എൻ്റെ കുഞ്ഞിനെ നീ ഒന്നും വരത്തില്ല, ഞാൻ മരിച്ചു പോയിക്കോട്ടെ, എൻ്റെ കുഞ്ഞിനൊന്നും വരത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ബെഡിൽ വെച്ച് എൻ്റെ വാട്ടർ ബ്രേക്കായി. ലേബർ റൂമിലേക്ക് ഉടനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് നഴ്സസ്മാരെല്ലാം വന്ന് പറയും, ആര്യ, നിനക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, നിൻ്റെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ കണ്ടു, നിനക്ക് ഇതുവരെ എല്ലാം നോർമലായിരുന്നു, പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് പിന്നെ കത്തീറ്റർ ഇട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കി, അത് പറ്റില്ല, കാരണം കുഞ്ഞിൻ്റെ തലയിൽ ഓൾറെഡി സ്കാൽപ്പിൽ നീഡിലുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് IV മെഡിസിൻ തരാൻ തുടങ്ങി. ആ സമയത്തും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ NIC ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം അറിഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ അഡ്മിറ്റായി, കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ കുഞ്ഞ് മിക്കവാറും അഡ്മിറ്റ് ആകുമെന്നൊരു ഇൻഫർമേഷൻ അവിടെ ആരോ കൊടുത്തു. അപ്പോൾ എൻ്റെ കൊളീഗ്സ് എല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ചു, എന്ത് പറ്റിയെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ ഡോക്ടർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ആര്യ, നീ വേദന സഹിക്കണ്ട, കാരണം ഭയങ്കര വേദന എനിക്ക് വരുന്നുണ്ട്, 1 സെൻറ്റിമീറ്റർ പോലും സെർവിക്സ് ഡൈലേറ്റ് ആവുന്നില്ല. ഡോക്ടർ പറഞ്ഞു, നീ വേദന സഹിക്കേണ്ട ആര്യ, നീ എപ്പിഡ്യൂറൽ മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. എപ്പിഡ്യൂറൽ എനിക്ക് ഇഞ്ചക്ഷൻ തന്നപ്പോൾ എൻ്റെ കാലൊക്കെ മരവിച്ച് വേദന കുറഞ്ഞു. അപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, ആര്യ, നിൻ്റെ കുഞ്ഞിൻ്റെ തലയിന്ന് ബ്ലഡ് എടുക്കണം, കുഞ്ഞിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ PV ചെയ്തിട്ട് പറഞ്ഞു, ആര്യ, 4 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആയിട്ടില്ല, എനിക്ക് കൈ കടത്താൻ പറ്റുന്നില്ല, മുമ്പേ ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി വെയിറ്റ് ചെയ്യണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യേണ്ട ഡോക്ടർ, എന്നെ എടുത്തോ, എന്നെ എമർജൻസി C-സെക്ഷൻ കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സമയം ഒരു 7 മണിയായി. ഞങ്ങൾ രാവിലെ ഒരു 8 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ പോയതാണ്. വൈകുന്നേരം 7 മണിയായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ ചേച്ചീനെ വിളിച്ച് വരുത്തി, ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചി എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അമ്മ ആ സമയം മുഴുവൻ
തിരി കത്തിച്ച് വെച്ച് മാതാവിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഒരു ഡോക്ടറിനെ പറഞ്ഞു വിടണേന്ന് എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് ബലമായിട്ടായിരിക്കണം ആ ഡോക്ടർ വന്നത്. കാരണം ഞാൻ ആ ഡോക്ടറിനെ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. ഞാൻ ആ നിൽക്കൂല ഞാൻ വർക്ക് ചെയ്യുന്നത് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ്. ആ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ് എന്നെ ഡെലിവറിക്ക് കൊണ്ടുപോയതും. ആ ഹോസ്പിറ്റലിൻ്റെ NIC ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ C-സെക്ഷന് എന്നെ കൊണ്ടുപോയി. എൻ്റെ മിഡ്വൈഫ്, എന്നെ നോക്കിക്കൊണ്ടിരുന്ന മിഡ്വൈഫ് നൊറീൻ എന്നാണ് പേര്. നൊറീൻ ഓടി വന്നു, പറഞ്ഞു, ആര്യ, ഞാൻ രാവിലെ മുതൽ നിൻ്റെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു നീ ഡെലിവറിയെ ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഇപ്പം എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആകെ വിഷമിച്ച് എൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ പീഡിയാട്രിക് ഡോക്ടർ അഡിയൽ എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ആര്യ നീ ടെൻഷൻ അടിക്കുന്നത്, എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, എൻ്റെ കൂടെ തന്നെ ഇരുത്തണേ. എനിക്കറിയാം NIC കൊണ്ടുപോയി അവർ ക്യാനൽ ഇടും, ഇനി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ വായിക്കൂടെ ട്യൂബ് ഇടും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സർജറി ചെയ്തു, കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും കൂടെ നിലവിളിച്ച് കരഞ്ഞു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞ് കരഞ്ഞല്ലോ, എൻ്റെ മാതാവേ, കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അടയിൽ കുഞ്ഞിനെ എടുത്ത് എൻ്റെ ദേഹത്ത് വെച്ചിട്ട് പറഞ്ഞു, ആര്യ, കുഞ്ഞിനെ ഞങ്ങൾ നോക്കട്ടെ, ഒബ്സർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ ഒബ്സർവേഷൻ ടേബിളിൽ കൊണ്ടുപോയി കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല, നീ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവും ആ കുഞ്ഞിനില്ല. ഇത്രയും ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയ കുഞ്ഞിനെ ആക്റ്റീവായി കരയുന്നു, അബ്ഗാർ സ്കോർ 9 ആണ് കുഞ്ഞിന്, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ പ്ലാസൻ്റ ഞങ്ങളൊരു സ്റ്റഡിക്ക് അയച്ചോട്ടെ, കാരണം എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാസൻ്റ സ്റ്റഡിക്ക് അയച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ടിനകത്ത് എൻ്റെ പ്ലാസൻ്റയ്ക്ക് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ബ്ലഡിൽ നിന്ന് കുറച്ച് ബ്ലഡിലെ കമ്പോണൻസ് കുഞ്ഞിലേക്ക് പോകുന്ന ന്യൂട്രീഷനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞ് 34 ആഴ്ച മുതൽ 37 ആഴ്ച, അതായത് 3 ആഴ്ച കുഞ്ഞ് പട്ടിണിയായിരുന്നു വയറ്റിൽ. എന്നിട്ട് മിഡ്വൈഫ് റിസൾട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യ, അവൾ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് അറിയത്തില്ല, കാരണം ഷീസ് എ മിറക്കിൾ ബേബി, ഇതെങ്ങനെ നീ സാധിച്ചെടുത്തു? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എല്ലാം എൻ്റെ മാതാവ് തന്നത് മാത്രമാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുഞ്ഞുണ്ടായി, ഓക്കെ ആയിരുന്നു. കുഞ്ഞിന് കാലിന് ഒരു ചെറിയ വളവുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ കൃപാസനം, മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപം എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ തവണ ഞാൻ അമ്മയോടാണ് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയുന്നത്. അപ്പം അമ്മ പറയും, നീ പേടിക്കേണ്ട, മാതാവ് ഇത്രയൊക്കെ നിനക്ക് ചെയ്തില്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നീ ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ കുഞ്ഞിൻ്റെ കാലിലും എല്ലാം ഞാൻ തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അവർ പറഞ്ഞു, കുഞ്ഞിൻ്റെ കണ്ണിന് ഒരു ചെറിയ വിഷൻ പ്രോബ്ലം ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ അപ്പോയിൻമെൻറ്റിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴും കുഞ്ഞ് നോർമലാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഇപ്പം 5 മാസമായി. ഹെലേന എന്നാണ് പേര്. അവൾ ആക്റ്റീവായിട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ന്യൂസിലൻഡിൽ ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. എനിക്ക് സിസേറിയൻ ചെയ്യുന്നവിടം വരെ ഞാൻ പോകുമായിരുന്നു. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞായറാഴ്ച ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത്, എന്നോട് ഡ്രൈവ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 ആഴ്ചത്തേക്ക് നീ ഡ്രൈവ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യമൊക്കെ. പക്ഷെ ഞാനതൊന്നും കണക്കിലെടുക്കാത്ത എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ആ സമയത്തെല്ലാം, ഈവൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ നമ്മുടെ ചാനൽ ജോസഫ് അച്ഛൻ്റെ ടോക്കാണ് കേട്ടുകൊണ്ടിരുന്നത്. ഡെയിലി ബ്രെഡ് ഞാൻ കേൾക്കുമായിരുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്യുമായിരുന്നു. പിന്നെ പരമാവധി ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബാംഗങ്ങളും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി, ഒരുപാട് നന്ദി. 139 സങ്കീർത്തനം 15-16 തിരുവചനങ്ങൾ. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ആര്യ എന്ന ഈ മകളുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിനെക്കുറിച്ചുള്ള ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമായിരുന്നു. നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ഉറപ്പാണ്, ഉടൻ പരിഹാരം നമുക്കുണ്ടാകും. ആര്യയ്ക്ക് പറയാനുള്ളത് ആര്യയുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെയും ഈശോയിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്.
അനുഗ്രഹത്തിൽ നിന്ന് അതൊരു കൃപയും അഭിഷേകവുമായി മാറിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. ആര്യ കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ വളരെയധികം ഹസ്ബൻഡും ആര്യയും വളരെ ഒരുങ്ങിയാണ്, ആധ്യാത്മികമായി അവരൊരുങ്ങിയാണ് കുഞ്ഞിനെ വെൽക്കം ചെയ്യാനായി ഒരുങ്ങിയിരുന്നത്. നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആര്യയുടെ ഡെലിവറി സെക്ഷൻ്റെ ആ സമയത്ത്, ഡെലിവറി സമയത്ത് ഒരു അജ്ഞാതനായ ഒരു ഡോക്ടർ വന്ന് വളരെ കോംപ്ലിക്കേഷനായിരിക്കുന്ന ഒരു ഗർഭാവസ്ഥയെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി അവർ വന്നു നിൽക്കുമ്പോൾ, അവരൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ NICUയിൽ വർക്ക് ചെയ്യുന്ന ഒരു മകളാണ് ആര്യ. അവിടെയുള്ള ഒരുവിധം എല്ലാ ഡോക്ടേഴ്സിനെയും ആര്യയ്ക്കറിയാം. പക്ഷേ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഈശോ തന്നെയാണ് ഈ കുഞ്ഞിനെ പുറത്തെടുക്കുവാനും ജന്മം കൊടുക്കുവാനും ജീവൻ കൊടുക്കുവാനും ഈശോയുടെ കയ്യിലൂടെ ആ കുഞ്ഞിനുണ്ടായേക്കാവുന്ന എല്ലാ ഡിഫക്ട്സും, എല്ലാ ബലഹീനതകളും ന്യൂനതകളും അകറ്റി ഈശോ കുഞ്ഞിനെ പുറത്തെടുത്തുകൊണ്ട് സൗഖ്യം നൽകി ഒരു വളരെ ഓമന കുഞ്ഞായി, നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി ഇവർക്ക് നൽകി, കയ്യിലേക്ക് നൽകി എന്ന് ആര്യ സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലേക്കും നമ്മുടെ എല്ലാ ആശങ്കകളിലേക്കും അമ്മ ഓടി വരുന്നത് നമുക്ക് കാണാം. ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വലിയ ടെൻഷനെക്കുറിച്ച്, ഉണ്ടായേക്കാവുന്ന ഒരു വലിയ ടെൻഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിനെക്കുറിച്ച് ആര്യ അറിയുന്നത്. കാരണം കുഞ്ഞിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ കൊടുക്കാനുള്ള പ്ലസൻ്റ് ആ ഒരു ഫുഡ് ബാങ്ക് അവിടെ ഓഫായിരുന്നു. എന്നിട്ട് പോലും ഈശോ ജീവരക്തം കൊണ്ട്, ഈശോയുടെ തിരുരക്തം കൊണ്ട് കുഞ്ഞിനെ വളരെയധികം പരിപാലിച്ചു എന്ന് തന്നെ ഒരു അത്ഭുത, അവർ പറഞ്ഞതുപോലെ ഇതൊരു മിറക്കിൾ ബേബിയാണ്, ഈ കുഞ്ഞൊരു അത്ഭുത സൃഷ്ടിയാണ്, അത്ഭുത ബേബിയാണ് എന്ന് ഇവിടെ ഏറ്റുപറയുന്നത് സത്യം തന്നെയാണ്. ഈ ഉദരത്തിൽ ഈ കുഞ്ഞിനെ ഈശോ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, ഹീൽ ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞ് ഒരുപാട് ന്യൂനതകളോടെ ഈ അൾത്താരയിൽ ഏറ്റുവാങ്ങേണ്ടി അവർക്ക് വരുമായിരുന്നു. ഒരുപക്ഷെ പാരലൈസ്ഡ് ആവാം, വിഷൻ പ്രോബ്ലം ഉണ്ടാകാം, അല്ലെങ്കിൽ കാല് ട്വിസ്റ്റായി പോകാം. ജനിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇന്ന് വളരെ ആരോഗ്യവാനായി അവർക്ക് കുഞ്ഞിനെ ലഭിച്ചു. ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന ഈ മകൾക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നൊരു കാറ്റഗിസം ടീച്ചറാണ്, സൺഡേ സ്കൂൾ ടീച്ചറാണ്, ഞാൻ വചനം പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ്. വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് മാതാപിതാക്കൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇതാണ്, ഞങ്ങൾക്ക് സൺഡേ ദൂരമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കവിടെ മഞ്ഞാണ്, തണുപ്പാണ്, സ്പ്രിംഗ് ആണ്, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് പറയും. ഈ എക്സ്ക്യൂസസ് എല്ലാം ഈശോയുടെ നമുക്ക് കൊടുക്കേണ്ട ഒരു, ഈശോയ്ക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു ലെയിം എക്സ്ക്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആര്യയ്ക്ക് അങ്ങനെയൊന്നും പറയാനില്ല. കാരണം ആര്യ വളരെ വിശ്വസ്തയോടുകൂടിയാണ് ഈശോയുടെ അടുത്തേക്ക് പോകുന്നത്, ഈശോയെ സ്വീകരിക്കുന്നതും. അതിൻ്റെ ഒരു വലിയ പ്രതിഫലമാണ് ആര്യയ്ക്ക് ഇന്ന് നൽകിയിട്ടുള്ളത്. നാം എത്രമാത്രം സങ്കടത്തോടെ വിളിച്ചാലും നമ്മുടെ ആ സങ്കടം ഈശോ ഏറ്റെടുക്കുകയും നമ്മുടെ ആസ്തി തൂക്കി നോക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഗർഭാവസ്ഥയിലായിരിക്കുന്ന എല്ലാ അമ്മമാരെയും എല്ലാം നമുക്ക് ഈ അൾത്താരയിൽ പുനഃസമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. അവരുടെ നല്ല കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തോടുകൂടിയുള്ള ജനനത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈശോയ്ക്കും മാതാവിനും ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ആഗസ്റ്റ് 16 എൻ്റെ പേര് വിനീത, മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആഗസ്റ്റ് മാസത്തിൽ ഉടമ്പടി എടുക്കാൻ കാരണം ഒരു ചേച്ചിയാണ്. അതായത് എൻ്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു, ഒരു ക്യാൻസർ അസുഖത്താൽ വിഷമിക്കുന്ന സന്ദർഭമായിരുന്നു. ആ സമയത്ത് ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ വളരെ വിഷമത്തോടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഈ കൃപാസനം പത്രം കൊണ്ടു തന്നത്. ഞാനിതിനു മുന്നേ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ യൂട്യൂബിൽ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ആ കൃപാസനത്തിൻ്റെ പേപ്പറിൽ ഞാൻ ഫസ്റ്റ് തന്നെ വായിച്ചത് ഒരു ചേച്ചിക്ക് വയറിലെ മുഴ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി അത് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടില്ല എന്നായിരുന്നു. എൻ്റെ അച്ഛനും സെയിം അസുഖം തന്നെയായിരുന്നു. അതായത് അച്ഛൻ്റെ ബ്രെയിനിൽ 2-3 മുഴയുണ്ടായിരുന്നു, പിന്നെ തൈറോയിഡ് ക്യാൻസറും ആയിരുന്നു.
അപ്പം എനിക്കും വേറെ ഇപ്പം നിവൃത്തിയൊന്നും ഇല്ലാത്തതിനാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അസുഖം മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഹിന്ദു ആയതിനാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞ അന്ന് തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു തവണ നീ പോയിക്കോ എന്ന് ഒരു സമ്മതം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ ഉടമ്പടി എടുത്തു, എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ ആ മുഴ രണ്ടും കണ്ടില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ എൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത് സാക്ഷ്യം പറയാൻ എത്തിയിരിക്കുന്നത്, ഞാൻ ഈ അഖണ്ഡ ജപമാല റാലിയിൽ ഈ ഒക്ടോബർ 26, 2025 ഒക്ടോബർ 26 ഉണ്ടായിരുന്ന അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, കാരണം വീട്ടിൽ നിന്നുള്ള സമ്മതം കിട്ടുക പ്രശ്നമായിരുന്നു. എങ്കിലും വേണ്ടില്ല, ഞാൻ ട്രെയിന് ബുക്ക് ചെയ്തപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നിട്ട് പിന്നെ അതുമാത്രമല്ല, ജപമാല റാലിയുടെ തലേ ദിവസമൊക്കെ എനിക്ക് കലശലായ ഭയങ്കര വയറുവേദന, എന്താണെന്നറിയില്ല, ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണോ വരുമോ ഹോസ്പിറ്റലിലേക്കാണോ പോകേണ്ടത്, എനിക്ക് സംശയമായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പക്ഷേ സ്റ്റേഷനിലെത്തിയതോടെ എൻ്റെ വയറുവേദനയൊക്കെ മാറി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലായത് കാരണം സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ രാത്രി ഉറങ്ങാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ 13 കിലോമീറ്റർ യാത്രയൊക്കെ നടത്തുക എന്നൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവിൽ അത് എല്ലാം സമർപ്പിച്ച് ഇവിടെ വണ്ടി ഇറങ്ങി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് തന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തു. എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭാഗോടമ്പടി നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മാവനും തമ്മിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം വേണം, ഒരാൾക്ക് കൂടുതൽ സ്ഥലം വേണം, മറ്റൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്ഥലം വേണമെന്നൊരു തർക്കത്തിൽ 17 വർഷമായിട്ട് 2 വീടും അടുത്തടുത്താണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ ബന്ധുക്കളായിരുന്നിട്ട് പോലും വളരെ തീരെ സ്വരച്ചേർച്ചയില്ലാതെ ഇരിക്കുന്നൊരു 17 വർഷം, കുറേ കാലം. ഞാൻ കാണുമ്പോൾ തൊട്ടേ ഇത് തമ്മിലുള്ള വിഷയമാണ്. ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിലാണ്, എങ്കിലും നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ഞാൻ എന്ന് ചെന്നാലും അച്ഛൻ ഇതെടുത്തിടും, പിന്നെ നമുക്കവിടെ സമാധാനമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കുകയും ചെയ്യാറ്, കാരണം ഇത് കാരണം ആ സമാധാനം ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷയമാണ്. അപ്പോൾ ഈ ജപമാല റാലിയുടെ മുന്നെയാണ് ആ സ്ഥലം അളവ് പറഞ്ഞിരുന്നത്. അപ്പം ഞാനാണ് ഈ ജപമാല റാലി കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് അവർക്ക് കൊടുത്ത്, എനിക്ക് ഒഴിവില്ല, ഈ ഒരു ഡേറ്റിന് മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജപമാല റാലിയുടെ പിറ്റേ ദിവസമാണ് ആ സ്ഥല അളവ്. അങ്ങനെ ജപമാല റാലിയിൽ ഈ നിയോഗം പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവിടെ നിന്നുള്ള മണ്ണ് ഞാൻ കൊണ്ടുപോയിരുന്നു. ഉടമ്പടി ഉപ്പെൻ്റെ കയ്യിലുണ്ടായിരുന്നു, തൈലം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥലം അളവിൻ്റെ മുന്നേ ഞാൻ അവിടെ ഈ ഇവിടുത്തെ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ മണ്ണിട്ടു, പിന്നെ ഉപ്പിട്ടു, പിന്നെ അളവ് കഴിയുന്നവരെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഞാൻ ചൊല്ലുന്നത് ഇവർക്ക് മനസ്സിലായിരുന്നു, എന്തൊക്കെ ഇവൾ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായി. അമ്മാവനും അവരൊക്കെ ഇവൾക്കെന്താ പ്രാർത്ഥന മുത്ത് ഭ്രാന്തായോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലായി. അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് സ്വത്തും മുതലും അതുമല്ല വേണ്ടത്, നമുക്കൊരു സമാധാനമായിരുന്നു വേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത്. അളവ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു ചെറിയ സ്ഥലത്തിന് ഒരു കശപിശുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛന് ഭയങ്കര വാശി പിടിച്ച ആളാണ്. പക്ഷേ അച്ഛനത് വിട്ടുകൊടുത്തു, അത് സാരില്ല, അത് അവനെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അത്രയും മാതാവിൻ്റെ ശക്തിയാണ്, ആ ജപമാല റാലിയുടെ ശക്തിയാണത്. അവരുടെ മനസ്സ് പോലും 17 വർഷമായിട്ട് അവരുടെ മനസ്സ് മാറാതിരുന്ന, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്ന അവർ ആ കിട്ടിയ സ്ഥലത്ത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അത് വളരെയധികം നന്ദി. ഇപ്പം എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു പ്രശ്നമില്ല, വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 13 വർഷമായി എൻ്റെ ശരീരത്തിൽ ചുവന്ന് കടിച്ച കുരുക്കളും അതെപ്പോഴും ചൊറിഞ്ഞ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് നടക്കേണ്ട, ഒരു വർഷത്തിലൊരു 5-6 പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് നടക്കണം, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുവഴി എൻ്റെ ആ അസുഖം പിന്നീട് വന്നിട്ടില്ല. പിന്നെയുള്ളത് എൻ്റെ ജോലിയിലെ കാര്യമാണ്. എൻ്റെ ജോലിയിൽ 6 മാസമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സാങ്ഷൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഞാൻ ഉടമ്പടി ആരാധനയിൽ വെക്കുകയും പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ എപ്പോഴും ഞാനത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ 6 മാസത്തെ ശമ്പളം ഇപ്പോഴും ശമ്പളം കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീടുള്ളത്, എനിക്ക് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു നൃത്തം അഭ്യസിക്കണം എന്നുള്ളത്.
പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സാമ്പത്തികം അച്ഛനത്ര ഇല്ലാത്ത കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെയും ഒരു ടീച്ചറടുത്ത് പോയി. പക്ഷേ ഒരിക്കലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ജോലിയുടെ തിരക്കുകാരും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാരണം. പക്ഷേ ഉടമ്പടി കഴിഞ്ഞ വഴി പിന്നെ എന്നും എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞു. പിന്നെ അരങ്ങേറ്റത്തിൻ്റെ അതുവരെ എത്തി. അപ്പോഴും അരങ്ങേറ്റത്തിന് 2 മാസം മുന്നേ എനിക്ക് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം വന്ന് കാലിലാകെ നീരായി. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഇപ്രാവശ്യം അരങ്ങേറ്റത്തിന് ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനൊക്കെ ആശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെയും പ്രാക്ടീസ് തുടങ്ങാനും 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അരങ്ങേറ്റം കുറിക്കാനും സാധിച്ചു. അതൊക്കെ അമ്മമാതാവിൻ്റെ വളരെയധികം ബ്ലെസ്സിങ് കൊണ്ടാണ്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് എപ്പോഴും പോകുമ്പോൾ ഒരു 5 കെട്ട് പത്രമാണ് ഞാൻ വാങ്ങിക്കൽ. ഇവിടുന്ന് കിട്ടുന്ന പത്രം ബാക്കിയും കൂടി മൊത്തത്തിൽ 5 കെട്ട്, കാരണം അത്ര എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ്. പക്ഷേ ഈ പത്രമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് തീർന്ന് പോവുകയാണ്. അതാണ് എൻ്റെ ഒരു വിഷയമുള്ളത്. കാരണം ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിലേക്കാണ്, അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ രോഗികൾക്ക് കൊടുക്കുമ്പോഴും വഴിയിൽ കാണുന്നവർക്ക് കൊടുക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് തീർന്ന് പോകും. പിന്നെ അവരോട് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു വാർഡിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വാർഡിലേക്ക് അവരടുത്ത് ഈ പത്രം കൊടുക്കുമ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യം പ്രാർത്ഥിക്കാതെ അവിടെ വാർഡിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിങ്ങളെ കാര്യം പറയുമ്പോൾ ദൈവം അത് കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവരോട് പ്രാർത്ഥിക്കാറ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരുടെയും എവിടെയാണോ രോഗസ്ഥലം എങ്കിൽ അവിടെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ രോഗചികിത്സാ കേന്ദ്രമല്ല, അത് ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, നിങ്ങളിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അതൊന്നും സാരമില്ല, എനിക്ക് വിഷമമില്ല. പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള രോഗികളെ കാണാൻ പറ്റിയില്ലല്ലോ, അവർക്ക് പത്രം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. പിന്നെയുള്ളത്, എൻ്റെ തിരിയിലൊക്കെ മാതാവും എപ്പോഴും തിരിയിൽ തിരുഹൃദയവും പ്രാവും കുരിശുരൂപവും ഒക്കെ വരാറുണ്ട്. ഒരു തവണ എൻ്റെ ഉടമ്പടി എൻ്റെ തിരിയിൽ നീലത്തിരിയിൽ മാതാവ് വന്നിട്ടുണ്ട്. ആ മാതാവിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ എൻ്റെ ചെറിയമ്മയ്ക്ക് ICUവിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഈ ഉടമ്പടി തൈലൊന്ന് അവർക്ക് പുരട്ടി കൊടുക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാത്രി അവരുടെ അടുത്ത് നിൽക്കാൻ പോയി. അങ്ങനെ കണ്ണൊന്നും തുറക്കാതിരുന്ന അമ്മയാണ്. ഞാൻ ഉടമ്പടി തൈലം ഉപ്പ് അവരുടെ ഇതിൽ വിട്ടു. പിന്നെ ആ മാതാവിൻ്റെ ആ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ രൂപം അത് അവരുടെ കിടക്കയുടെ അടിയിൽ ഞാൻ വെച്ചു. അതുപോലെ തന്നെ പത്രം അവരുടെ തലയണയുടെ ബാക്കിൽ വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം അവർ കണ്ണ് തുറന്നു. പിന്നെ തീരെ സംസാരിക്കാതിരുന്ന അവർ സംസാരിച്ചു, എന്നെ അറിയാൻ തുടങ്ങി, ഓരോരുത്തരും തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസമേ നിന്നുള്ളൂ, ഒരു രാത്രിയിലാണ് ചെന്ന്, അടുത്ത വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പോന്നു. അപ്പോഴേക്കും എനിക്ക് അവരെ പിടിച്ചു നിർത്തി ഇരുത്താനായിട്ട് എന്നെക്കൊണ്ട് കഴിഞ്ഞു. ഇപ്പം അമ്മ സുഖമായിട്ട് വീട്ടിൽ നിൽക്കുന്നു. കാരണം അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞൊരു അമ്മയാണ്. നമ്മുടെ ഉടമ്പടി തൈലവും ഈ പത്രത്തിൻ്റെയും ഒക്കെ അമ്മ മാതാവിൻ്റെ ശക്തി കൊണ്ടാണ് അവർ സുഖപ്പെടുത്തിയത്. പിന്നീടുള്ളത്, ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ മോനും ഒക്കെ ഉടമ്പടി തൈലം എക്സാമിൻ്റെ ടൈമിലായാലും അവർക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കാശുരൂപം, അത് എനിക്ക് കിട്ടുന്നതല്ല, വേറെ കാശുരൂപമാണ്, അത് അവരുടെ പോക്കറ്റിൽ കുത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മോന് കഴിഞ്ഞ CBSE 10th ബോർഡ് എക്സാമിൽ ഓൾ ഇന്ത്യയിൽ 9ാം റാങ്ക് ലഭിക്കുകയുണ്ടായി, 98.2%. നവോദയയിൽ ഓൾ ഇന്ത്യയിൽ 4ാം റാങ്കും കിട്ടി. അങ്ങനെ ഒരു വളരെ വലിയൊരു അനുഭവം. അതുവരെ അവന് അത്രയും ഒരു മാർക്ക് കിട്ടിയില്ല, 95%-ൻ്റെ മുകളിലൊരു മാർക്ക് കിട്ടിയിരുന്നില്ല. സ്കൂളിലൊന്നും നടത്തിയ പരീക്ഷയിൽ ആദ്യമായിട്ടാണ് 98.2% മാർക്ക് കിട്ടുന്നത്. അങ്ങനെ വലിയ അനുഭവം ഉണ്ടായി. പിന്നെ അതേപോലെ എൻ്റെ ബന്ധുക്കൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ജപമാല എന്നും ചെല്ലാറുണ്ട്. ഓരോ രഹസ്യത്തിലും ഓരോ കുടുംബത്തെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളത്. എൻ്റെ കുടുംബത്തെ മാത്രമല്ല, എൻ്റെ ബന്ധുക്കളായുള്ളവരും എൻ്റെ ജോലി സ്ഥലത്തുള്ളവരും എല്ലാവരും, എനിക്കറിയാവുന്ന, എനിക്ക് വേദനകളാൽ വിഷമിക്കുന്ന, രോഗങ്ങളാൽ വിഷമിക്കുന്ന അവരെല്ലാം, എനിക്കറിയാവുന്ന എല്ലാം സമർപ്പിച്ചിട്ടാണ് ജപമാല ഞാൻ ചൊല്ലാറുള്ളത്. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ എനിക്ക് പറ്റാറില്ല.
ഞാൻ രാവിലെയും കുറച്ച് സമയം രാത്രിയും കുറച്ച് സമയം അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ കാശ് രൂപം നമുക്ക് ആവശ്യമുള്ളവർ കൊടുക്കാറുണ്ട്. എൻ്റെ ആങ്ങൾ ഒരു തവണ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ അവന് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ പേഴ്സിൽ നീ ഈ കാശ് രൂപം വെക്കും, ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് അവനൊരു കാശ് രൂപം, ഞാനൊരു വെള്ളിയാഴ്ചയാണ് അവന് ആ കാശ് രൂപം കൊടുക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച അവനൊരു ഭയങ്കര ആക്സിഡൻറ്റ് ഉണ്ടായി. അതായത് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു സ്കൂട്ടർ വന്നിട്ട് അവനെ ഇടിച്ച് തെറിപ്പിച്ചു. അവൻ ഡിവൈഡറിൽ പോയിട്ട് ഇടിച്ചു. തല അവിടെ വെച്ച് മുട്ടി അവൻ്റെ ബോധം പോയി. പക്ഷേ അവൻ്റെ കയ്യിൽ ആ കാശ് രൂപം, ആ പേഴ്സിൽ ആ കാശ് രൂപം, ഞാൻ തലയാഴ്ച കൊടുത്ത കാശ് രൂപം ഉണ്ടായതുകൊണ്ട് അമ്മ മാതാവ് ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു പുറത്ത് ഉള്ളിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ കാത്തുരക്ഷിച്ചു. ആ മാതാവിൻ്റെ ശക്തി അത്രയും വലുതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ, എൻ്റെ ജോലിയിലൊക്കെ ഭയങ്കര, ഞാൻ പ്രൊമോഷനായിട്ടാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയത്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എല്ലാ ഭാരങ്ങളും നമ്മളെ തലയിലാണ്, നമ്മളാണ് ഓരോ തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ എന്ത് ആഫ്റ്റർ എഫക്റ്റും നമ്മൾ തന്നെയാണ് അനുഭവിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പേടിയോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ദൈവമാതാവ് നമുക്ക് ശക്തി തരും. അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തേജക മരുന്ന് കഴിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അത്രയും നന്നായിട്ടുള്ളൊരു ഫീലിംഗാണ് കിട്ടിയത്. കാരണം നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെയോ ചെയ്യുന്നു. അതായത് ഞാനിപ്പോൾ ചൂരൽമലയിൽ, മുണ്ടക്കി ചൂരൽമലയിൽ പ്രശ്നമുണ്ടായിരുന്നു, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എൻ്റെ റെഗുലേറ്ററിൻ്റെ താഴേക്കാണ് ബോഡികളും മരങ്ങളും ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് അത് എടുത്ത് മാറ്റാനുള്ളൊരു നിയോഗം എനിക്കായിരുന്നു. ഞാനാണ് അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അപ്പം എനിക്ക് ആ NDRF ടീമിനെയും ഫയർഫോഴ്സ് ടീമിനെയും പോലീസ് ടീമിനെയും SP ടീമിനെയും എല്ലാം കൺട്രോൾ ചെയ്ത് ആ ഒരു പരിപാടി എന്നെക്കൊണ്ട് അറേഞ്ച് ചെയ്യാനും എന്നെക്കൊണ്ട് നേതൃത്വം നയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അപ്പോഴാണ് ആലോചിക്കുക. അതൊക്കെ ഉടമ്പടി എടുത്തതിൻ്റെ ഒറ്റ ബലം കൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഏതായാലും ഇനിയും ഈ ആൾത്താരയിൽ കയറിയിട്ട് എനിക്കും ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയാൻ നിങ്ങളെ ദൈവം ശക്തരാക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും നന്ദി. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. വിനീത എന്ന ഈ അക്രൈസ്തവ മകൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 5 തവണ പുതുക്കി എത്ര എളിമയോടും സ്നേഹത്തോടും അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഓരോ വലിയ വിഷയത്തെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എത്ര നിസ്സാരമായി ഭാരമില്ലാതെ അമ്മ മാതാവ് മകളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആദ്യത്തേത് കുടുംബത്തിലുണ്ടായിരുന്ന ഭാഗോടമ്പടി വിഷയം 16 വർഷമായി പരിഹരിക്കാതെ ഇത്തിരി കലഹത്തിലും ക്ലേശത്തിലും ഒക്കെ നിന്ന ഒരു വിഷയമാണത്. മകൾ പറയുന്നുണ്ട്, ഇത്തവണ അമ്മയുടെ ജപമാല റാലിയിൽ പങ്കുചേർന്നപ്പോൾ അതുമാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്ന നിയോഗം. എങ്കിലും അതിന് വരുവാനേറെ സാഹചര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നെങ്കിലും അമ്മ മാതാവ് ഇവിടെ എത്തിക്കുകയും ആ ജപമാല റാലിയിൽ പൂർണ്ണമായും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇവിടെ നിന്നും അമ്മയുടെ തിരുനടയിൽ നിന്നും ഒരിത്തിരി മണ്ണ് അത് ശേഖരിച്ച് അവിടെ കൊണ്ടുപോവുകയും ഉപ്പും മണ്ണും ആ ഭൂമിയിൽ വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തർക്കങ്ങളില്ലാതെ രമ്യതയിൽ എന്നേക്കുമായി ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി മകൾ പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗങ്ങൾക്ക് സൗഖ്യമാവും, ദൈവസന്നിധിയിൽ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാകും. സംശയം നമുക്ക് മനസ്സിലില്ലെങ്കിൽ നമുക്ക് ദൈവം നീതി നടത്തുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയത്തെ ഏറ്റെടുത്ത് കുരുക്കുകൾ അഴിക്കുകയും തുറവികൾ തരികയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചാണ് നാം ഒരു നിയോഗം കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് നിശ്ചയം അനുഭവിക്കുവാൻ സാധിക്കും. മകൾ അതിൻ്റെയാണ് തുടരെ സാക്ഷ്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര സൗഹൃദത്തിലും രമ്യതയിലും ആ വലിയൊരു പ്രശ്നം വീട്ടിൽ പോലും പോകുവാനാവാത്ത വിധം ഇടക്കാലത്ത് പ്രയാസപ്പെടുത്തിയിരുന്ന ആ വിഷയം നിസ്സാരമായി അമ്മ മാതാവ് എങ്ങനെ പരിഹരിച്ചുവെന്ന്, ഭാരം കുറച്ചു കൊടുത്തുവെന്ന് മകൾ തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. മറ്റൊന്ന് സൂചിപ്പിച്ചു, 6 മാസത്തോളം ശമ്പളമില്ലാതെ ഉണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച്. അതിലും കലഹിക്കുവാനോ കേസിനോ ഒന്നുമല്ല ആശ്രയം കണ്ടെത്തിയത്. അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുത്തുകൊണ്ട് അമ്മയുടെ ഇടപെടലിന് വേണ്ടി ശക്തമായി അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ശാന്തതയോടുകൂടി പ്രതിസന്ധിയുടെ നാളുകളിൽ വിശ്വാസത്തിൻ്റെ ബലത്തിൽ നടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി പുതുക്കിയതിന് ശേഷം യാതൊരു വിഷയവുമില്ലാതെ ആ സാലറിയുടെയും മുഴുവൻ പ്രശ്നങ്ങളും മാറി അത് അനുവദിച്ച് കിട്ടിയെന്നാണ്.
ചൂരൽമലയിൽ നടത്തിയ നേതൃത്വപരമായ ഉത്തരവാദിത്വത്തെ മകൾ ഏറ്റുപറഞ്ഞു. ചെയ്ത കാര്യങ്ങളെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്തു, ഇത്ര വലിയൊരു സംഭവത്തെ എങ്ങനെ എൻ്റെ കരങ്ങളിൽ ഇത്ര പേരെ കോർത്തിണക്കിക്കൊണ്ട് ആ ദിവസങ്ങളിൽ ചെയ്തെടുക്കുവാൻ സാധിച്ചുവെന്ന് ഞാൻ പോലും അറിഞ്ഞില്ലെന്ന്. ദൈവകരങ്ങളിലാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മളെ നിരന്തരം കാത്തുകൊണ്ട് നമ്മളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ നാം പോലും അറിയാതെ നിരന്തരം ചെയ്യിച്ചു കൊണ്ടിരിക്കും. മകൾ അതിനെക്കുറിച്ചാണ് സന്തോഷിക്കുന്നത്. ഞാനൊരു പദവിയിലിരുന്നു എന്നതിലല്ല, മറിച്ച് ചെറിയൊരു മകൾ എളിയ ജീവിതം നയിച്ചെന്നെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തി വലിയ കാര്യങ്ങളിൽ എന്നെ പങ്കാളിയാക്കുകയും അനേകരെ എന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ദുരന്തത്തിൽ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിനും അതിൻ്റെ പുനർനിർമ്മിതിക്കും വേണ്ടിയുള്ള പ്രവൃത്തികളിൽ എന്നെ അമ്മ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് മകൾ പറയുന്നുണ്ട്. അതും അമ്മയുടെ കാശുരൂപവും അമ്മയുടെ നേർച്ച വസ്തുക്കളിൽ അമ്മയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള എൻ്റെ ജീവിതം കൊണ്ട് മാത്രമാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ആ വലിയൊരു ഉത്തരവാദിത്വം പരിഭ്രമമില്ലാതെ തെറ്റുകൾ പറ്റാതെ ശാന്തതയോടുകൂടി നിർവഹിച്ചു തീർക്കുവാൻ മകൾക്ക് സാധിച്ചതെന്ന്. മറ്റൊന്ന് പറഞ്ഞല്ലോ, 10-13 വർഷമായിട്ടുള്ള ഒരു രോഗക്ലേശത്തെക്കുറിച്ച്. മരുന്ന് മാത്രം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിടത്ത് അമ്മയെ കണ്ടുമുട്ടി ഉടമ്പടി എടുത്ത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം ആ ചുവന്ന് തടിക്കുന്ന ചൊറിച്ചിലുള്ള ആ പ്രത്യേകമായ രോഗക്ലേശത്തെ പൂർണ്ണമായും അമ്മ സൗഖ്യപ്പെടുത്തിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മകൾ സൂചിപ്പിച്ചു, ഉടമ്പടി ആത്മധൈര്യത്തിൻ്റെ ജീവിതക്രമമാണ്. ഉടമ്പടി നാം ജീവിക്കുമ്പോൾ നമുക്കുറപ്പുള്ളത് അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണവും സാന്നിധ്യവും ഈശോ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളും നമുക്ക് നിശ്ചയമായും കൈമാറുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഉത്തേജനം മരുന്ന് പോലെ എനിക്കെൻ്റെ ഉടമ്പടി എൻ്റെ ജീവിതത്തെ തീഷ്ണതരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ദൈവസ്നേഹത്തോടുകൂടി ഓരോ കാര്യവും ഏർപ്പെടുവാൻ, പ്രേക്ഷിത പ്രവർത്തനം ഒരു സങ്കോചവുമില്ലാതെ സന്തോഷത്തോടെ ചെയ്യുവാൻ എന്നെ നിരന്തരം എൻ്റെ അമ്മ മാതാവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. വീട്ടിൽ ചില പ്രയാസങ്ങളൊക്കെ ഉടമ്പടി എടുക്കുന്നതിന്, ഉടമ്പടി ജീവിക്കുന്നതിനൊക്കെ വരുമ്പോഴും അമ്മ യാതൊരു മുടക്കവും കൂടാതെ ഓരോ സമയത്തും അനുഗ്രഹങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഈ ജീവിതം മുന്നോട്ട് നയിക്കുവാനും മറ്റുള്ളവർക്കത് മനസ്സിലാകും വിധം അമ്മയുടെ സാന്നിധ്യം അറിയിച്ചു കൊടുക്കുവാനും മകളെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നൃത്തത്തിൻ്റെ അരങ്ങേറ്റത്തെക്കുറിച്ചും മകൾ സൂചിപ്പിച്ചത്, ഒരു അപകടത്തിൽ, ഒരു ഓപ്പറേഷനിൽ, വെരിക്കോസിൻ്റെ ഓപ്പറേഷനിൽ അതിനി നടക്കുമോ എന്ന് സംശയിച്ചുവെങ്കിലും അതിൻ്റെ ക്ലേശങ്ങളും മാറ്റിത്തന്നുകൊണ്ട് വളരെ കുഞ്ഞുനാൾ മുതലുള്ള ഒരു ആഗ്രഹത്തെ അത് പൂർത്തീകരിക്കുവാൻ അമ്മ വഴിയൊരുക്കി എന്നതിനെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, മക്കളെപ്പോലെയാണ് നമ്മൾ അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കേണ്ടത്. സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അമ്മയോട് സംസാരിക്കേണ്ടത്. സന്തോഷത്തോടു കൂടിയാണ് അമ്മയുടെ കരങ്ങളിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കും വിധം ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് ദുരിതമാവാം, ഇന്നില്ലായ്മയാവാം, ഇന്ന് രോഗമാവാം, ഇന്ന് കുടുംബത്തിനകത്ത് സങ്കടങ്ങളുടെ വേലിയേറ്റങ്ങളാവാം. പക്ഷേ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയാൽ, അമ്മയെ ചേർത്ത് പിടിച്ച് നടന്നാൽ, അമ്മയോട് ആലോചന ചോദിച്ച് തീരുമാനമെടുത്താൽ അമ്മ ജീവിതത്തെ ശുഭകരമാക്കും. ഈശോ കൂടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ തുടർച്ചയായ അനുഭവങ്ങളെ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുടുംബത്തിനും മകളിലൂടെ മറ്റുള്ളവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി തന്നെ ഈ സാക്ഷ്യം ഞാൻ പറയാനായിട്ട് വൈകിയതില്ലേ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ പേര് സ്റ്റെൻസിലാസ്. ഞാൻ നെയ്യാറ്റിൻകര രൂപത വ്ളാത്താങ്കര സ്വർഗാരോപിത മാതാ ഫൊറോന ദേവാലയ അംഗമാണ്. 2020 ജനുവരി 12 ഞാൻ ഉടമ്പടി എടുത്തത്. ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് അവയുടെ കാരണങ്ങൾ എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല ഇപ്പോൾ. പിന്നീട് അത് പറയുന്നതായിരിക്കും. ഏറ്റവും ഒടുവിലായിട്ട് ഏതാണ്ട് ഒരു 6 മാസത്തിനകത്ത് എനിക്ക് ലഭിച്ച 2 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിലൊന്ന്, ഏതാണ്ട് 39 വർഷമായിട്ട് ബൗണ്ടറി തിരിക്കാൻ സാധിക്കാതെ വളരെ വിഷമത്തിലായിരുന്നു. ആ കാര്യം ഞാൻ നിയോഗത്തിൽ വയ്ക്കുകയും വിശുദ്ധ വസ്തുക്കൾ ആ വസ്തുവിലിടുകയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ 6 മാസത്തിനകത്തേ ആയുള്ളൂ
അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ബൗണ്ടറി തിരിച്ച് ക്ലിയർ ആക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്, ഏതാണ്ട് 12-13 വർഷമായിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ വളപ്പിൽ വെട്ടിയതായ കിണറിലെ വെള്ളം ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല. മറ്റ് ഒന്നുമല്ല, വെള്ളം അതിൽ നിലനിൽക്കില്ല, അത് വാർന്നു പോകും, അല്ലെങ്കിൽ താണു പോകും. 2 അടി വെള്ളം പോലും കിട്ടില്ല. അങ്ങനെ അത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. പിന്നീടാണ് നിയോഗത്തിൽ വെച്ചതും വിശുദ്ധ ഉപ്പും തേനും തൈലവുമൊക്കെ അതിൽ നിക്ഷേപിച്ച് ഏതാണ്ട് 9 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോഴേതാണ്ട് 15 അടിയിലധികം വെള്ളമുണ്ട്, ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അതിന് നന്ദി പറയുന്നു ഈശോയ്ക്ക്. ആദ്യ കാലഘട്ടത്തിൽ ഉടമ്പടിയിൽ ഞാൻ ചെയ്തിരുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, വ്യക്തിപരമായ നിയോഗങ്ങൾ നേടുന്നതിനേക്കാൾ ഉപരി ഒരു കത്തോലിക്ക വിശ്വാസി എന്നുള്ള നിലയ്ക്ക് മറ്റ് ചില മേഖലകളിലേക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ആ കാലഘട്ടത്തിലെ ചുറ്റുപാടുകൾ വെച്ച്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയെയും കേരള സഭയെയും ഭാരതസഭയെയും പ്രത്യേകിച്ച് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇടവകയെയും നിയോഗത്തിൽ വെച്ചു. അതിൻ്റേതായ ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ടും സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൂടാതെ ഞാൻ വച്ചിരുന്നത്, കത്തോലിക്ക വിശ്വാസികളാണെങ്കിൽ പോലും പരിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണമോ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തമോ ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരെയാണ്. അവരെയും എനിക്ക് അറിയാമെന്നുള്ളവരോട് സംസാരിക്കുകയും അവരുടെ പേരുകൾ ഉൾപ്പെടെ തന്നെ ഞാൻ ഈ നിയോഗത്തിൽ വയ്ക്കുകയും ചെയ്തു. അല്ലാതെ പൊതുവേയും അവരെ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുംഭസാരവും കുർബാനയും ഇല്ലാതെ നടക്കുന്ന കുറേ ആൾക്കാർ, ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തികളെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവരോട് സംസാരിക്കാനും അവരുടെ പേരുകളൊക്കെ നിയോഗത്തിൽ വയ്ക്കാനായിട്ടും സാധിച്ചു. ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ടും സാധിച്ചു. പലരും ഇപ്പോഴും പള്ളിയിൽ കൃത്യമായിട്ടൊക്കെ വരുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. ഇത് പോയിട്ട് ഞാൻ ഈ ഉടമ്പടിയെ എനിക്ക് ആധികാരികമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയത്, യാക്കോബ് കണ്ട ഗോവണിയായിട്ടാണ്. നമ്മുടെ വിശ്വാസത്തിലെ ദൈനംദിനം നമ്മൾ പങ്കുകൊള്ളുന്ന പരിശുദ്ധ ദിവ്യബലി, വിശുദ്ധ കുർബാന സ്വീകരണം, വചനവായന, അതുപോലെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നാം അറിയാതെ തന്നെ ധാരാളം ദണ്ഡവിമോചനങ്ങൾ സഭയുടെ അനുഗ്രഹത്തിൻ്റെ ചാനലിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതും ഇന്നും ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നതും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ മലയാളം തമിഴ് പത്രങ്ങൾ വാങ്ങി തമിഴ്നാടിൻ്റെ ബോർഡറിലൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അല്ലാതെ മലയാളം നമ്മുടെ എൻ്റെ ചുറ്റുപാടിലല്ല, കുറേ കൂടെയൊക്കെ അകന്ന് ഈ പത്രം കിട്ടാൻ സാധ്യതയില്ലാത്ത മേഖലകൾ നോക്കി കൊടുക്കുന്നുണ്ട്. അതുപോയിട്ട് ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഒരു വൃദ്ധസദനത്തിൽ പോയി അവരോടൊപ്പം ഒത്തിരി സമയം ചെലവഴിക്കും. പിന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന കാര്യം, അവർക്ക് ആഹാരം വാരി കൊടുക്കുന്നത്, കൊണ്ടുപോയി ഇരുത്തുന്നത്, വീൽ ചെയറിൽ എടുത്ത് കിടത്തുന്നത്, പിന്നെ അവരോടൊപ്പം ഒത്തിരി സമയം സംസാരിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. അവരുടെ ആദ്യകാലത്തൊക്കെ ഒരുപാട് കരച്ചിലൊക്കെ കേൾക്കാനിടയായി, സങ്കടങ്ങളും. പിന്നീട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. 16-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്റ്റെൻസിലാസ് എന്ന ഈ സഹോദരൻ്റെ വളരെ ആധ്യാത്മികത നിറഞ്ഞ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. വളരെ സങ്കടപൂർവമായ ഒരു കാര്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. 39 വർഷമായിട്ടുണ്ടായിരുന്ന വളരെ ഭാരപ്പെടുത്തുന്ന ഒരു വലിയ അനുഭവമായിരുന്നു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് അദ്ദേഹം ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ഒരു വീടിന്, അവരുടെ സ്ഥലത്തിന് ബൗണ്ടറി കെട്ടുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ഈശോ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്ന ഒരു നല്ല അനുഭവ സാക്ഷ്യമാണിത്. അദ്ദേഹം തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന കിണറിൽ വെള്ളം വറ്റിപ്പോകുന്ന, വാർന്നു പോകുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥ, അതിൽ അദ്ദേഹം വിശുദ്ധ ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നുവരെയും ആ കിണറ്റിൽ ഒരിക്കലും വെള്ളം വറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം 100 മേനി വിളവ് കൊയ്യാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ 30 മേനി വിളവ് കൊയ്യുന്നവരായിരിക്കും. 60 മേനി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശയുള്ള ജീവിതമായിരിക്കും. അവർക്കെല്ലാം ലഭിച്ചു, എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് പറയുന്നത് 30 മേനിയിൽ വിളവ് പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷേ 60 മേനിയിൽ അവർ പ്രതീക്ഷിക്കുന്നത് എനിക്കുള്ളത് എൻ്റെ ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് 60 മേനി. ഇവിടെ സ്റ്റാൻസ്ലാവസ് എന്ന സഹോദരൻ 100 മേനി വിളവ് കൊയ്യുക, എൻ്റെ ഇനി ഭൗതികമായ നിയോഗങ്ങളൊന്നുമില്ല, എനിക്ക് ഇനി ഈശോ മാത്രം മതി, എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ മാറ്റിമറിച്ചു. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും ഈശോയെ അറിയാത്തവർക്ക് വേണ്ടിയും ഈശോയെ അംഗീകരിക്കാത്തവർക്ക് വേണ്ടിയും ഈശോയെ രക്ഷകനായി സ്വീകരിക്കാത്തവർക്ക് വേണ്ടിയുമെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിത്യതയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണെന്നുള്ള ഒരു വലിയ ആധ്യാത്മിക നിറവോടുകൂടിയാണ് അദ്ദേഹം ഈ സാക്ഷ്യയോടെ ഏറ്റുപറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മെ ഓരോരുത്തരെയും ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോ കൈപിടിച്ച് നടത്തുമ്പോൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുന്നതും അത് ആവശ്യമില്ലാതെ ആയി മാറുന്ന, ഒരു പ്രയോറിറ്റി ഇല്ലാതെ ആയി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാൻസ്ലാവസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈ